അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് പണുക. ഫസ്റ്റ് ഇതിപ്പോൾ ഒരു കാറാണ് ഡിറ്റക്ട് ചെയ്യുമ്പം ഇതിനകത്തിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം എല്ലാ സ്ലോട്ട്സും വേക്കൻ്റ് ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി എൽസിഡിക്കകത്ത് ഓൾ സ്ലോട്ട്സ് അവൈലബിൾ എന്ന് കാണിക്കും. തുറന്നു കൊടുത്തു, കയറി, അടഞ്ഞു. ഇനി വേറൊരു കാറ് കൂടെ വരാൻ നേരത്ത് അവൈലബിൾ സ്ലോട്ട്സ് 2, 3 and 4, കാരണം 1-ലാണ് ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ഗേറ്റ് ഒരു 5 സെക്കൻഡ് ഡിലേ അല്ലെങ്കിൽ 5 or 6 സെക്കൻഡ് ഡിലേ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് തുറന്നിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 and 4 അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ട്രക്കാണ് വെച്ചിട്ടുള്ളത്. ട്രക്കിന് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2 സ്ലോട്ട്സ് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിപ്പം കറൻ്റ് ഒരു സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കറൻ്റ് നോ സ്ലോട്ട്സ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ ട്രക്ക്. ഓക്കെ, ആ 3 and 4 അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അടുത്തതാ 4 സ്ലോട്ട്സും ഒക്യുപ്പൈഡ് ആയിരിക്കുന്ന ടൈമിൽ കാറോ അല്ലെങ്കിൽ ട്രക്കോ വന്നു കഴിഞ്ഞാൽ ഓൾ സ്ലോട്ട്സ് ക്ലോസ്ഡ് എന്ന് കാണിക്കും. നോ സ്ലോട്ട്സ് അവൈലബിൾ, കാരണം എല്ലാ സ്ലോട്ടിലും ഒക്യുപ്പൈഡ് ആണ്. ഇനി അതേ ടൈമിൽ ഒരു ട്രക്ക് ഓൾറെഡി പാർക്ക്ഡ് ആണ്, വേറൊരു ട്രക്ക് വന്നു എന്നുണ്ടെങ്കിൽ സ്ലോട്ട്സ് അവൈലബിൾ 1 and 2, അതായത് 1-ലും 2-ലും കൊണ്ട് പാർക്ക് ചെയ്യാം എന്നുള്ള രീതിക്ക് കാണിക്കും. ഇനിയിപ്പം നമ്മുടെ 2 ട്രക്കും ഓൾറെഡി പാർക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ സ്ലോട്ട്സ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ട്രക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൈലബിൾ സ്ലോട്ട്സ് 1 and 2 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാറോ അതിനകത്ത് ട്രക്കോ എന്ത് വേണോ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്ലോട്ട് അവൈലബിൾ ആയതുകൊണ്ട് സ്ലോട്ട് 1 അവൈലബിൾ എന്ന് കാണിക്കും. ഓൾ സ്ലോട്ട്സ് ക്ലോസ്ഡ്, കാരണം 4 സ്ലോട്ടും ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്.